ടോം ജോസാറ് പറഞ്ഞാൽ ഈ ടൂ നേഷൻ തിയറി ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ടോം ജോസാറെ. ടോം ജോസാർ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് ഈ ടൂ നേഷൻ തിയറി രണ്ട് സ്റ്റേറ്റ് ഉണ്ടാക്കണം, ഇസ്രായേലും പാലസ്തീനും സ്റ്റേറ്റ് ആക്കണം, ഇസ്രായേലും സ്റ്റേറ്റ് രണ്ടുപേരും കൂടെ സമാധാനത്തിൽ വർത്തിക്കണം. എന്റെ പൊന്നു ടോം ജോസാറെ, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് നേരം വെളുത്തില്ലേ? നിങ്ങൾ ഈ ഒരു ഖുർആന്റെ ഒരു പരിഭാഷ എടുത്ത് നിങ്ങളൊന്ന് വായിക്കേണ്ട പൊന്നു ടോം ജോസാറെ. നിങ്ങൾ ഈ ടൂ നേഷൻ തിയറി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ നിങ്ങളൊരു ഖുർആന്റെ ഒരു പരിഭാഷയിൽ നിന്ന് ഏത് ബുക്ക് സ്റ്റാളിലും കിട്ടി ഒന്നും എടുത്ത് വായിക്കേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത്. നിങ്ങളിപ്പോ ഈ ടൂ നേഷൻ തിയറി എന്ന് പറഞ്ഞ പാലസ്തീൻ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ പാലസ്തീൻ അവിടെ സ്റ്റേറ്റ് ഉണ്ടാക്കട്ടെ. ഇപ്പം പിന്നെ UN-ന്റെ അനുമതിയോടുകൂടി ഇസ്രായേൽ ഉണ്ടായതുപോലെ പാലസ്തീൻ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കട്ടെ. ഇസ്രായേൽ പോലെ അവർക്കൊരു സ്വതന്ത്രമായ ഒരു മിലിറ്ററി, സ്വതന്ത്രമായ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇങ്ങനെ ഒരു ഈ ഇസ്രായേൽ പോലെ തന്നെ ഒരു സ്റ്റേറ്റ് അവിടെ പാലസ്തീൻ ഉണ്ടാക്കട്ടെ. അത് കഴിഞ്ഞാൽ ഇസ്രായേലിന് സമാധാനം കിട്ടുമെന്നാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്? അത് കഴിഞ്ഞാൽ പാലസ്തീൻ ഇസ്രായേലുമായിട്ട് കൈകോർക്കും. ഈ പിന്നെ നല്ല രീതിയിൽ ഇപ്പം ഫ്രാൻസും ബെൽജിയവും ഒക്കെ പോകുന്ന പോലെ നല്ല രീതിയിൽ അയൽരാജ്യങ്ങളായിട്ട് രണ്ടു കൂട്ടരും പോകുന്നതാണ് നിങ്ങളുടെ ഓർമ്മ? എന്റെ പൊന്നു ടോം ജോസാറെ, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ഇസ്ലാമിന്റെ സിദ്ധാന്തം പഠിക്കാത്ത എന്താണ്? ഇസ്ലാമിന്റെ തിയറി നിങ്ങൾ ആദ്യം പഠിക്കുന്നേ. ഈ ടൂ നേഷൻ തിയറി പറയുന്നത് ഇസ്ലാമിന്റെ തിയറി എന്താണെന്ന് ആദ്യം പഠിക്കുക. ഇസ്ലാമിന്റെ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൂ നേഷൻ തിയറി അവിടെ വിജയിക്കുമെന്ന്. അവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഉദാഹരണം പറ്റുക, പാലസ്തീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിനെ പാലസ്തീനിലോട്ട് ചേർത്ത് ആ വലിപ്പം ഉണ്ടാക്കാൻ നോക്കും. പാലസ്തീൻ വർദ്ധിപ്പിക്കാൻ നോക്കും. പാലസ്തീൻ വർദ്ധിപ്പിച്ച് ഇസ്രായേലും കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വെച്ച് പാലസ്തീനെ അങ്ങോട്ട് വർദ്ധിപ്പിക്കും. പാലസ്തീൻ സ്റ്റേറ്റ് പിന്നെ വലുതാക്കും. ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കാൻ ലോകത്തുള്ള 57 മുസ്ലിം രാജ്യങ്ങളും പിന്തുണ കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന ഈ കേരളയ്ക്ക് വരെ പിന്തുണ കൊടുക്കും. കാരണം എന്താണ്? അവിടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. അവരുടെ പുസ്തകത്തിൽ ജൂതനെ കൊല്ലണമെന്ന് എഴുതി വെച്ചിരിക്കുന്നല്ല, ജൂതനെ വളർത്താൻ എഴുതി വെച്ചിട്ടില്ല. ജൂതന് സമാധാനം കൊടുക്കണമെന്ന് അവരുടെ പുസ്തകത്തിലില്ല. അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജൂതനെ കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള അവസാനത്തെ ജൂതനും ചത്തു തീരുന്നവരെ ഈ ഭൂമി ലോകം അവസാനിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു ഉദാഹരണം കൂടെ പറയാം. ഒരു ഹദീസ് ഉണ്ട്, മുഹമ്മദിന്റെ ഹദീസ്. ഇമാം ബുഖാരിയുടെ പുസ്തകത്തിൽ, ഇമാം ബുഖാരിയുടെ ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഹദീസാണ്, സഹീഹായ ഹദീസാ. എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? അവസാന കാലത്ത്, ലോകാവസാന കാലത്ത് ഈ കല്ലിന്റെയും വൃക്ഷത്തിന്റെയും മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ജൂതനെ കല്ലും വൃക്ഷവും പറഞ്ഞു കൊടുക്കുന്ന പറയുന്നത്. എന്റെ പിന്നെ പുറയിൽ ജൂതൻ ഇരിപ്പുണ്ട്, വന്ന് കൊന്നോളാൻ മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. കല്ലുകളും പാറകളുടെയും വൃക്ഷങ്ങളുടെയും ഇടയിൽ മറഞ്ഞു നിൽക്കുന്ന, ജീവനിൽ പേടിച്ച് മറഞ്ഞു നിൽക്കുന്ന ജൂതനെ ഈ കല്ലും വൃക്ഷവും ഈ പാറക്കല്ലുകളും ഈ വൃക്ഷങ്ങളും അവർക്ക് അപ്പ സംസാരശേഷി ഉണ്ടാവുകയും അവർ പറഞ്ഞു കൊടുക്കും മുസ്ലിങ്ങളോട്, ഇതേ എന്റെ പുറയിൽ ജൂതൻ മറഞ്ഞിരിപ്പുണ്ട്, വന്ന് കൊല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ ഹദീസാണത്. ഇങ്ങനെ പച്ചയായ ജൂതവിരോധമുള്ള, ജൂതനെ കൊല്ല, ജൂതനെ തീർക്കുക, ജൂതനെ മിത്രമാക്കരുത്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്ന ജിഹാദികളോട് ടോം ജോസാർ പറയുക, അവിടെ പാലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടാകണം, ഇസ്രയേലിന് സ്റ്റേറ്റ് ഉണ്ടാകണം, എന്നിട്ട് രണ്ടു കൂട്ടരും അയൽ രാജ്യങ്ങളായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെയും കഴിയണമെന്ന്. എന്റെ പൊന്ന് ടോം ജോസാറെ, നിങ്ങൾ ആദ്യം പോയി ഇസ്ലാമിന്റെ തിയറി പഠിക്കുക. ഇസ്ലാമിന്റെ തിയറി എന്താണെന്ന് പഠിക്കാൻ അവരുടെ ഒരു ഖുർആന്റെ പരിഭാഷ എടുത്ത് വായിച്ചാൽ മതി. മലയാളം പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷ ഒക്കെ ഇപ്പൊ സുലഭമാണ്. നിങ്ങൾക്ക് അറബ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളത്തിന്റെയും പരിഭാഷകൾ കിട്ടും, ഇഷ്ടം പോലെ ഇപ്പൊ കിട്ടും. നിങ്ങളൊന്ന് മേടിച്ച് വായിക്ക്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താന്ന് നോക്ക്. 5:51, 4:144, 9:73, 5:33, 9:29, 9:33, 7:54 ഒക്കെ നിങ്ങളൊന്ന് നോക്ക്. അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. 6278 6263 ആയത്തുകളുണ്ട്. അതില് 6000 ശിഷ്ടം ആയത്തുകളും അന്യമത വിദ്വേഷം മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. മുസ്ലിം അല്ലാത്ത മറ്റുള്ളവരെ കൊല്ലുക, മുസ്ലിം അല്ലാത്തവരോട് യുദ്ധം ചെയ്യുക, മുസ്ലിം അല്ലാത്തവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുക, മുസ്ലിം അല്ലാത്തവരെ മിത്രമാക്കരുത്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അതിനകത്ത്. അത് പഠിച്ചുകൊണ്ട് നടക്കുന്ന, അത് ജീവിതകാലം, അത് 3 വയസ്സ് മുതൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് പിന്നെ പള്ളിവേടകളിൽ പോയി മൊയ്ലിയാക്കന്മാർ പറയുന്നത് കേട്ട് വീണ്ടും തലയിലേക്ക് കയറ്റിക്കൊണ്ട് നടക്കുന്ന ഈ മുസ്ലിമീങ്ങളോടാണോ നിങ്ങൾ പറയുന്നത് പാലസ്തീന് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുത്തേച്ച് രണ്ടുപേരും സമാധാനത്തോടെ ജീവിക്കാൻ? ജന്മത്ത് നടക്കുന്ന കാര്യമാണോ ടോം ജോസാറ്? നിങ്ങൾക്ക് ഇത്ര ലോകവിവരം ഉണ്ടല്ലോ. നിങ്ങൾ യൂട്യൂബിലൊക്കെ പിന്നെ ഓരോ പിന്നെ വീഡിയോ ഇടുന്ന ആളല്ലേ. നിങ്ങളൊരു ഖുർആന്റെ പുസ്തകം എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് അന്നേരം മനസ്സിലായി ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത്. നിങ്ങൾ ഈ ഇസ്ലാമിന്റെ തിയറി പഠിക്കാതെ, ഇസ്ലാമിനെ പറ്റി പഠിക്കാതെ നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് എന്താ അർത്ഥത്തില? ഈ പാലസ്തീൻ എന്നല്ല, ലോകം മുഴുവൻ ഇസ്ലാം ആകുന്നവർ അന്യരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പുസ്തകം അവരുടെ. കാത്തലഹും ഖത്താല തക്കൂനു ഫിത്തനത്തൻ വയക്കൂനുദ്ദീൻ അല്ല, സൂറത്ത് അൻഫാൽ 39-ാം വാക്യം. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നവർ അന്യരോട് യുദ്ധം ചെയ്യുകയും എന്നാണ് അവരോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ താലിബാനും അൽ ഖ്വയ്ദയും ഐസിസും
പോപ്പുലർ ഫ്രണ്ടും PDP-യും ISS-ഉം ഇങ്ങനത്തെ ഈ തീവ്രവാദ സംഘടനകൾ ലോകത്ത് 1500-ഓളം തീവ്രവാദ സംഘടനകളുണ്ട്. അതെല്ലാം മുസ്ലിങ്ങളുടെ തീവ്രവാദ സംഘം. എന്തിനു വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ ഈ ആയത്തിനെ പ്രബലമാക്കിയാണ്. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നവർ എന്നോട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ചെയ്യാൻ സംഘടനകൾ വേണ്ടേ? യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ കോപ്പ് കൂട്ടണ്ടേ? അതിനൊക്കെ ഈ തീവ്രവാദ സംഘടനകൾ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതിനാണ് ഈ ലോകം മുഴുവൻ ഈ 10,500-ഓളം തീവ്രവാദ സംഘടനകൾ ഇസ്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് പാലസ്തീന് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു സമാധാനത്തോടെ ജീവിക്കുന്നു. ജന്മത്തിൽ നടക്കുന്ന കേസാണോ പിന്നെ ടോം ജോസാറെ? ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ജിഹാദികൾ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ ഈ ജിഹാദികൾക്ക് ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പാലസ്തീനികളെ പോലെ ഇവിടെ നാട്ടി ഓടിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ? ഇവർക്ക് സ്ഥല സൗകര്യങ്ങളില്ലേ? ഇവർക്ക് കടപ്പാടുമില്ലേ? ഇവർക്ക് വസ്തുവകളില്ലേ? ഇവരുടെ ആരാധനാലയങ്ങളില്ലേ? ഇവരുടെ ആരാധന ഇവിടെ നടത്തുന്നില്ലേ? ഇവരുടെ മതം ഇവിടെ പ്രചരിപ്പിക്കുന്നില്ല? എല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് ഇവരെന്തിനാണ് ഇവിടെ ഈ ഹിന്ദുക്കളോട് യുദ്ധം ചെയ്യാനും ഈ സംഘികളോട് യുദ്ധം ചെയ്യാനും ഈ RSSകാരുമായിട്ട് അടിയുണ്ടാക്കാനും ഈ അന്യമത വിദ്വേഷവും പറഞ്ഞുകൊണ്ട് MM അക്ബർ കൂട്ടാളികൾ, അബ്ദുൽ നാസർ മദനി കൂട്ടാളികൾ ഈ കയറി ഇറങ്ങി നടക്കുന്നത്? സാക്കിർ നായിക് കൂട്ടാളികൾ ഇന്ത്യ മഹാരാജ്യത്ത് എന്തിനാണ് ഇങ്ങനെ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ലാത്ത ഇന്ത്യ മഹാരാജ്യത്ത്. കാരണം എന്താ? അങ്ങനെയാണ് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നവർ അന്യരോട് യുദ്ധം ചെയ്യുവീൻ. ആ കൽപ്പന നിറവേറ്റാനാണ് ഈ കേരളത്തിനെ പോലുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. ഈ ഹാരിസ് മദനി മുതൽ MM അക്ബർ, സാക്കിർ നായിക് വരെയുള്ള ഈ ഇസ്ലാമിക പ്രഭാഷകർ യൂട്യൂബിലൂടെ ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. ഈ വർഗീയത ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായിട്ടാണോ? ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് ഇവർ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ഈ പോപ്പുലർ ഫ്രണ്ടുകാർ എത്ര RSകാരെ കൊന്നൊടുക്കിയത്? എന്തിനാണ്? അവരുടെ പുസ്തകത്തിൽ അങ്ങനെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഫാലസ്തീനികൾക്ക് സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുത്ത ജൂതന്മാര് സമാധാനത്തോടെ വസിക്കണമെന്നല്ലേ? എന്റെ പൊന്നു തോന്നിച്ചാ സാറേ, നിങ്ങള് ഈ ആദ്യം ഒരു ഖുർആന്റെ തർജ്ജമ എടുത്ത് വാങ്ങുക. വാങ്ങാൻ പറ്റിയാലേ ഞാൻ വേണേ അയച്ചു തരാം. അഡ്രസ് എനിക്ക് അയച്ചെന്ന് വെച്ചാൽ മതി. ഞാൻ തഫ്കീമുൽ ഖുർആന്റെ മൗലാന മൗദൂദി എഴുതിയ തഫ്കീമുൽ ഖുർആന്റെ 6 വാള്യങ്ങൾ ഒറ്റയടിക്കാൻ അങ്ങോട്ട് അയച്ചു തരാം. ആ 6 വാള്യങ്ങൾ ഒന്ന് വായിക്കുക. ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുക്കും 6 വാള്യങ്ങൾ വായിച്ച് തീർക്കണമെങ്കിൽ. എന്നാലും തച്ചിൻ്റെ അങ്ങോട്ട് വായിക്കുക, മനസ്സിലാവും ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളൂ, ഇവരുടെ മതപുസ്തകത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്നുള്ളൂ, ഇവരുടെ മുഹമ്മദ് എന്താണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ, ഇവരുടെ മതദൈവമായ ഖുറൈശി ദൈവമായ ചന്ദ്രദേവനായ അള്ളാഹു എന്താണ് ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഇത് പോയി മേടിക്കണം. തഫ്ഹീമുൽ ഖുർആൻ, മൗലാന അബുൽ അല മൗദൂദി എഴുതിയ തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയണം. IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുക്ക്ശാലയിൽ കിട്ടും. അതാണ് ക്ലിയർ ആയിട്ടുള്ള തർജ്ജമ. ബാക്കി ഇഷ്ടംപോലെ തർജ്ജമകളുണ്ട്. പക്ഷെ എന്നാൽ ഈ ഖുർആൻ തർജ്ജമയാണ് ഏകദേശം പദാനുപദമായിട്ട് ക്ലിയർ ആയിട്ട് അതിൽ വർണ്ണിക്കുന്നുണ്ട്. കറക്റ്റ് ഇസ്ലാം എന്താണോ വിഭാവനം ചെയ്യുന്ന എല്ലാം മൗദൂദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപടി എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ. ബാക്കി ഈ കാന്തപുരത്തിന്റെയും മറ്റ് ഈ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ഇവിടെ മുജാഹിദുകാർക്ക് വേറെ വെള്ളം ചേർത്തിട്ടുണ്ട്. പക്ഷെ മൗലാന മൗദൂദിയുടെ തർജ്ജമയിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല. തഫ്ഹീമുൽ ഖുർആൻ 6 വാള്യങ്ങളുണ്ട്. 6 വാള്യങ്ങൾ മേടിച്ചങ്ങോട്ട് വായിക്ക്, മനസ്സിലാവും. ഞാൻ നിർത്തി.